അപ്പോൾ ഇന്ന് നമ്മുടെ എസ് വി ചാലഞ്ചസിന്റെ നാട്ടിലെ താരം എന്ന പരിപാടിയിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത് തുണിയിൽ ചിത്രങ്ങൾ വരയ്ക്കുന്ന ഒരു കൊച്ചു കലാകാരിയാണ്. വളരെ മനോഹരമായി ഷർട്ടിലും സെറ്റും മുണ്ടിലും സാരിയിലുമൊക്കെ കൈകൊണ്ട് ഡിസൈനുകളും വളരെ മനോഹരമായ ചിത്രങ്ങളും വരയ്ക്കുന്ന ഒരു കൊച്ചു മിടുക്കിയെ നമുക്ക് പരിചയപ്പെടാം. മോളെ ഒന്ന് പരിചയപ്പെടുത്താൻ വന്നാ നമ്മുടെ എസ് വി ചാലഞ്ചസ് യൂട്യൂബ് ചാനൽ നമ്മുടെ അറിയാമല്ലോ, ചാനൽ കാണാറുണ്ടോ? അപ്പൊ അതിനകത്ത് നാട്ടിലെ താരം എന്നും പറഞ്ഞ് നമ്മൾ കുറെ കലാകാരന്മാരെ പരിചയപ്പെടുത്തുന്നു. പാട്ട് പാടുന്നവര്, ചിത്രം വരയ്ക്കുന്നവര്, അങ്ങനെ വിവിധ തരത്തിലുള്ള ആളുകളെ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പം മോള് ഇതൊക്കെ മോള് വരച്ച ചിത്രമൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത് അല്ലേ? നമ്മൾ വരുമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം റെഡിയായി നിൽക്കുക. അപ്പൊ മോള് വരച്ച ചിത്രമായത്. അപ്പൊ ഇതേപോലെ നമ്മുടെ സെറ്റും മുണ്ടും സാരിയിലും ഷർട്ടിലും ഒക്കെ വരയ്ക്കും. അപ്പൊ അതൊക്കെ ഒന്ന് പരിചയപ്പെടുത്താം എന്ന് വെച്ച് വന്നതാ. മോളെന്തി? അപ്പൊ അതില്ല എന്നാ മൈക്ക് വെച്ചു. ഈ എസ് വി ചാലഞ്ചസ് എന്ന് പറഞ്ഞ ചാനൽ കാണാറുണ്ടോ? സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ? ലൈക്ക് ചെയ്യുന്നോ? ഉണ്ട്. അപ്പൊ നമ്മൾ വന്നത് എന്തുവാ മനസ്സിലായോ? അതില്ല ഇതുപോലെ പടങ്ങളൊക്കെ വരയ്ക്കുമെന്ന് പറഞ്ഞു. ഈ ഉടുപ്പയിലൊക്കെ ഉള്ള പോലുള്ള പടങ്ങൾ ഉടുപ്പയിലും ഒക്കെ വരയ്ക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ചാനലിൽ നമ്മൾ ഇതുപോലുള്ള കലാകാരന്മാരെ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ താരം അതുല്യ. അപ്പൊ അതുല്യയുടെ ആ കലാവാസനകള്, പടം വരയ്ക്കുന്നതും വരച്ച പടങ്ങളും പിന്നെ ലൈവായിട്ട് വരയ്ക്കുന്നതും നമുക്കൊന്ന് കാണണം. അപ്പൊ ഒന്ന് കാണിക്കാമല്ലോ, വരച്ച് കാണിക്കാമല്ലോ. അപ്പൊ അതുല്യയുടെ ചിത്രങ്ങളൊക്കെ നമ്മൾ കണ്ടു. അപ്പൊ അതുല്യ നേരിട്ട് ലൈവായിട്ട് നമുക്ക് വരയ്ക്കുന്നതെന്ന് കാണാം. ഈ സാരി ഇതല്ലേ സെറ്റിലും സാരിയിലും ഉടുപ്പിലും ഒക്കെ ഷർട്ടിലും ഒക്കെ ഇങ്ങനെ പടങ്ങളൊക്കെ വരച്ച് ഓരോരുത്തർക്ക് കൊടുക്കാറുണ്ട് അല്ലേ? അപ്പൊ നമ്മളിപ്പോ നേരിട്ട് കാണുക. നമ്മൾ പടങ്ങളെല്ലാം കണ്ടു. അപ്പൊ ഇത് നേരിട്ട് വരയ്ക്കുന്നതൊന്ന് കാണണം. അപ്പൊ ഒന്ന് വരച്ചു തുടങ്ങിക്കും. കഴിഞ്ഞു. അപ്പൊ മനോഹരമായിട്ടുണ്ട്. തുളസി ഇല കതിരുമൊക്കെ ഉണ്ട് അല്ലേ? തുളസി പൂവും ഒക്കെ ആയിട്ട്. അപ്പൊ ഇത് എന്ത് പെയിന്റ് ഇത് ഉപയോഗിക്കുന്നത്? ഇത് എങ്ങനെയാ നമ്മള് ഇത് പഠിച്ചിട്ടുണ്ടോ? പടം വരയ്ക്കാൻ പഠിച്ചിട്ടുണ്ടോ? യൂട്യൂബിൽ കണ്ട് ഇഷ്ടപ്പെട്ട് വരച്ചാ. ഒത്തിരി പടങ്ങൾ വരച്ചിട്ടുണ്ടല്ലോ. അപ്പം ഷർട്ടിലും ഒക്കെ വരച്ചു കൊടുക്കും. സാരി സെറ്റ്. അപ്പൊ ഞാനൊരു ഷർട്ട്, വെള്ള ഷർട്ട് കൊണ്ട് തന്നാ എനിക്കൊരു പടം വരച്ചു തരുമോ? അപ്പൊ അടിപൊളിയായിട്ടുണ്ട്. അപ്പം സ്വന്തമായി പടമൊന്നും വരയ്ക്കാൻ പ്രത്യേകിച്ച് പഠിക്കാതെ അല്ലേ? പഠിക്കാതെ യൂട്യൂബ് കണ്ട് വരച്ചതാണ്. അപ്പൊ നമുക്ക് ഈ പടങ്ങളൊക്കെ ഒന്ന് കാണാം. അപ്പൊ ഇത് ഒരു സെറ്റിൽ താമരയുടെ പടം കൊടുത്തേക്കും അല്ലേ? വളരെ മനോഹരമായിട്ടുണ്ട് അതിന്റെ ഫ്രെയിം എല്ലാം. ഇത് കൃഷ്ണൻ. ഏറ്റവും കൂടുതൽ വരയ്ക്കുന്ന കൃഷ്ണനെയാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടം? ദൈവങ്ങളെ വരയ്ക്കാനാ കൂടുതൽ ഇഷ്ടം. ഒരു കൃഷ്ണന്റെ ചിത്രം.
മനോഹരമായിട്ടുണ്ട്. വേറെ അതുല്യ വേറെ എന്തൊക്കെയുണ്ട്? അമ്മയുടെയും ചേച്ചിയുടെയും ചിത്രം സൈഡില് വർക്കൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ചേച്ചി എന്ത് കൊടുക്കുന്നു? നഴ്സിംഗ്. എവിടാ? ഹൈദരാബാദിൽ നഴ്സിംഗ്. ചേച്ചി നല്ലൊരു കലാകാരിയാണ്, ഡാൻസറാണ്, എനിക്കറിയാം. പിന്നെ പേപ്പറും കൊണ്ട് ഫ്ലവർ ഉണ്ടാക്കി, അത് പിന്നെ ഒരു തുണിയും കൊണ്ട് ഒരു ഡെക്കോർ പോലെ ഉണ്ടാക്കി. ഇത് തുണി കൊണ്ട് ഉണ്ടാക്കിയതാ? തുണി കൊണ്ട് ഉണ്ടാക്കിയതാ. കൊള്ളാം. അപ്പം കലാകാരി തന്നെയാണ്, നല്ലൊരു കലാകാരിയാണ്. ഇതും അതുല്യയുടെ വർക്കാണ്. പേപ്പറും കൊണ്ട്. ഇതെല്ലാം പ്ലാസ്റ്റിക്കാ. ബാക്കി ഇതെല്ലാം പേപ്പറും കൊണ്ട് ഉണ്ടാക്കിയത്. അപ്പൊ അതുല്യ വേറെ എന്തൊക്കെയാ? ചിത്രങ്ങളൊക്കെ വരയ്ക്കുവോ? ചിത്രം വരച്ചിട്ടുണ്ടല്ലോ. വേറെ ക്ലേ കൊണ്ട് ബുദ്ധനെയും ഗണപതിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ കുറച്ചു നാളായപ്പോ നശിച്ചു പോയി. ക്ലേ കൊണ്ടായി ഉണ്ടാക്കിയോണ്ട് ഫൈനലായി പോയി. പിന്നെ പടം വരച്ചിട്ടുണ്ട്. അതാ പടം വരച്ച ബുക്കാ? അതില്ല. അപ്പൊ നമ്മൾ ഈ പടങ്ങളെല്ലാം കണ്ടു, ബുക്കിൽ വരച്ച പടവും കണ്ടു, നമ്മുടെ സാരി ഈ പെയിന്റിങ് സാരിയിലും അച്ഛന്റെ ഷർട്ടിലും ഒക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമ്മുടെ ചാനലിന്റെ വക ഒരു ചെറിയ സമ്മാനമുണ്ട്. ഈ സമ്മാനം തരുന്നത് നമ്മുടെ ടേസ്റ്റി കാറ്ററിംഗ്. അപ്പൊ അവരാണ് ഈ സമ്മാനത്തെ മേടിച്ചു. ഓക്കെ, ശരി. താങ്ക് യു.